കുറേ നാളുകൾക്ക് മുമ്പ് തൃശ്ശൂരിനടുത്ത് അമ്പലൂർ എന്ന സ്ഥലത്ത് വെച്ച് വലിയൊരു കൺവെൻഷൻ നടത്തപ്പെട്ടു. വലിയൊരു കൂട്ടായ്മ. അത് നമുക്ക് എണ്ണിത്തിട്ടപ്പെടുത്താനാവാത്തുള്ള ദൈവജനം ഒരുമിച്ച് കൂടിയ വലിയ തൃശ്ശൂർ രൂപത നടത്തിയ വലിയൊരു കൂട്ടായ്മ. സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. തൃശ്ശൂർ രൂപതയും ഇരിങ്ങാലക്കുട രൂപത രണ്ടും കൂടി ഒരുമിച്ച് ചേർന്ന് നടത്തിയ വലിയൊരു കൺവെൻഷനായിരുന്നു. വലിയൊരു കൃപയായിരുന്നു. അപ്പം ആ ദിവസങ്ങളിൽ ഒരു ആയിരക്കണക്കിന് രോഗികളെയും കൊണ്ട് ഇവർ എൻ്റെ അടുത്തേക്ക് പ്രാർത്ഥിക്കാൻ വന്നു. എനിക്ക് പ്രത്യേകിച്ച് എനിക്കാകെ നല്ല വിശ്വാസം. ഈശോ എന്ന പേര് വിശ്വാസത്തോടെ ആര് പറഞ്ഞാലും അവിടെ അത്ഭുതം സംഭവിച്ചേ പറ്റൂ. ഈശോ എന്ന നാമം ആര് ഹൃദയത്തിൽ സംശയമില്ലാതെ വിശ്വാസത്തോടെ പറഞ്ഞാൽ അതവിടെ കൃപ നടന്നേ പറ്റൂ. ശ്രവണത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. മർക്കോസ് സുവിശേഷത്തിന്റെ 11:22-26 വരെ, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ആരെങ്കിലും ഈ മലയോട് ഇവിടെ നിന്ന് മാറി കടലിൽ ചെന്ന് വീഴുക എന്ന് പറയുകയും ഹൃദയത്തിൽ ശങ്കിക്കാതെ, ഈ ശങ്കിക്കുക എന്ന് പറയുമോ, അതാണ് അവിശ്വാസം. ഹൃദയത്തിൽ വരുന്ന ചോദ്യങ്ങള്, സംശയങ്ങള്, അതാണ് അവിശ്വാസം. ഹൃദയത്തിൽ ശങ്കിക്കാതെ, ആ വാക്ക് കർത്താവ് പറഞ്ഞു, ഹൃദയത്തിൽ ശങ്കിക്കരുത്. പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ കുർബാന നിന്റെ നാവിലോട്ട് വെക്കപ്പെടുമ്പോൾ ഹൃദയത്തിൽ ശങ്കിക്കാതെ ദേവാലയത്തോട് ചെല്ലുമ്പോൾ ഹൃദയത്തിൽ ശങ്കിക്കാതെ അതുവഴിക്ക് പോണം. കുമ്പസാരക്കൂട്ടിലോട്ട് പോകുമ്പോൾ ഇതിന്റെ പാപങ്ങളെറ്റി പറയാൻ ചെല്ലുമ്പോൾ, പാപമോചനത്തിനോട് ചെല്ലുമ്പോൾ ഹൃദയത്തിൽ ശങ്കിക്കാതെ നിൽക്കണം. ശരിക്കൊരു വരോ കേട്ടോ. സ്ഥലപ്പെടുത്തി പറഞ്ഞേ ഹല്ലേലൂയ. ശബ്ദമേർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ പണ്ട് പറയാറുണ്ട്, എനിക്ക് പ്രസംഗിക്കാൻ വലിയ കഴിവോ അങ്ങനെ ഒന്നുമില്ലാത്ത ഒരാളായിരുന്നു ഞാൻ. ഞാൻ വട്ടപൂജ്യം ബിഗസ്റ്റ് സീറോ എന്നൊരു വ്യക്തിയായിരുന്നു. പക്ഷെ ഒരിക്കലും ഒരു പരിശുദ്ധാത്മ സ്നാനം, അഭിഷേകം എനിക്ക് നിറഞ്ഞൊരു അനുഭവം എനിക്കുണ്ടായി. അതിനുശേഷം ഉണ്ടല്ലോ, അങ്ങനൊരു ഭയം എൻ്റെ ജീവിതത്തിൽ പിന്നെ ഒരിക്കലും ഉണ്ടായിട്ടില്ല. സുവിശേഷം എത്ര ലക്ഷക്കണക്കിന് ആരായാലും ഏത് ഭാഷക്കാരായാലും ഒരു തുള്ളി പോലും നമുക്കൊരല്പം പോലും അസ്വസ്ഥത നമ്മുടെ മനസ്സിൽ ശങ്കിക്കുന്നൊരു സ്വഭാവം ഉണ്ടാകുന്നില്ല. എനിക്കിത് മനസ്സിലായി. ഹൃദയത്തിൽ ശങ്കിക്കാതിരിക്കണമെങ്കിൽ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞിരിക്കണം. പരിശുദ്ധാത്മാവ് നിറയുമ്പോൾ അങ്ങനെയുള്ള ചിന്തകള്, ബോധ്യങ്ങൾ വിട്ടുപോകുക. സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. സാധിക്കാത്തത് ഈ ഹൃദയത്തിന്റെ ശങ്ക കൊണ്ടാണ്, അസ്വസ്ഥത, അവിശ്വാസം കൊണ്ട്. മല പോലത്തെ പ്രശ്നങ്ങളാകാം, നമ്മളെ മൂടാൻ വരുന്ന ചില പ്രശ്നങ്ങളും ബന്ധനങ്ങളും ആകാം, വ്യക്തികളാകാം, പാപമാകാം, എന്തും ആകാം. അതിനെ മാറ്റാൻ പറ്റും. യേശുവിന്റെ നാമത്തിൽ സംശയമില്ലാതെ നീ പറയാനായിട്ട് നീ തയ്യാറായാൽ. സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ സംഭവത്തിൽ തിരിച്ചു വരികയാണ്. അന്ന് അവിടെ കൺവെൻഷൻ നടത്തിയപ്പോൾ ഇങ്ങനെ ഒരുപാട് രോഗികളുമായിട്ട് അവരെത്തി. അപ്പം ആ കൂട്ടത്തിൽ തൃശ്ശൂർ അമല ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഒരു ഡോക്ടറിൻ്റെ ഭാര്യയും കൂടെ അദ്ദേഹത്തിൻ്റെ കുഞ്ഞുമായിട്ട് എത്തി പറയുന്നത്. ഈ കൊച്ചിനൊരു പ്രത്യേക രോഗം വന്നിട്ട് ഇന്ന് 1-2 വയസ്സ് പ്രായമുള്ള കുട്ടിയാണ്. തലച്ചോറ് സംബന്ധമായി എന്തോ ഫിറ്റ്സ് രോഗം വന്നിട്ട് കൂടിപ്പോയിട്ട് ഈ കൊച്ചിങ്ങനെ അബോധാവസ്ഥയിൽ മാസങ്ങളോളം കിടക്കുകയാണ്. അപ്പോൾ ആ കൊച്ചിനിങ്ങനെ ട്യൂബ് ഇട്ടിരിക്കുകയാണ്. ആ കൊച്ചിന് ജീവനുണ്ട്, പക്ഷേ ചലിക്കാനോ റിയാക്ട് ചെയ്യാനോ ഒരു കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഇവരിങ്ങനെ ഇവർ രണ്ടുപേരും ഈ കൊച്ചിൻ്റെ അപ്പനുമേയും ഡോക്ടർമാരാണ്. അപ്പോൾ അവരെന്ത് ചെയ്ത് ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ട് നേരെ അവിടെ പ്രേയറിന് വന്നു. ഞാൻ ഓർക്കൊന്നുമില്ല. അവരുടെ സ്നേഹിതരെന്നോട് പറഞ്ഞ കാര്യം, അച്ഛൻ അവിടെ കൊണ്ടുവന്നു. അച്ഛന് തലേക്ക് യേശുവിന് വിടുതലിൻ്റെ പരിശുദ്ധാത്മാവ് ഈ കുട്ടിയിൽ ഇറങ്ങി ഇതിൻ്റെ ബന്ധനം ഇറക്കട്ടെ എന്ന് പറഞ്ഞ് അച്ഛൻ പറഞ്ഞു, പ്രാർത്ഥിച്ചു, ബന്ധിച്ചു പറഞ്ഞു. സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. അവർ പറയുന്ന സാക്ഷ്യം ഇതാണ്. ശരിക്കും കൊച്ചു കംപ്ലീറ്റ് അബോധാവസ്ഥയിലാണ്, മാസങ്ങളായിട്ട്. അപ്പം അതിങ്ങനെ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്, ചികിത്സിച്ച് ഭേദമാകാതെ കിടക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഇവരെടുത്തുകൊണ്ട് ഈ കുട്ടിയായിട്ട് വരുന്നത്. പ്രയർ കഴിഞ്ഞു, തിരിച്ചു പോകുന്ന വഴിക്ക് ആ കുഞ്ഞിൻ്റെ കണ്ണു തുറന്നു. കുഞ്ഞ് പരിപൂർണമായിട്ടും സൗഖ്യപ്പെട്ടു. കർത്താവ് എഴുന്നേൽപ്പിച്ചു പൂർണ്ണമായിട്ടും. പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവം, ഈശോ സത്യമായ ദൈവം. അവരെന്തും പ്രവർത്തിക്കുന്നുണ്ട്. ആർക്കെങ്കിലും അത് അനുഭവിക്കുവാൻ, സ്വന്തമാക്കാൻ സാധിക്കാതെ ഇപ്പുണ്ടെങ്കിൽ അതിന്റെ പിന്നിലെ ഏറ്റവും വലിയ കാരണം അവിശ്വാസം മാത്രം.
ശ്രവണത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ബൈബിളിൽ ഏറ്റവും വലിയ വചനമൊന്നും എൻ്റെ ഹൃദയത്തിൽ ഞാൻ ആവർത്തിച്ച് പറയുന്നൊരു വചനമുണ്ട്. അതായത് ലൂക്ക 1:44-45 വചനം. വിശുദ്ധ എലിസബത്ത് പരിശുദ്ധ അമ്മയോട് മുഖത്തേക്ക് നോക്കി പറയുന്നൊരു വാക്കാ, ദൈവം അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ദൈവം അരുളി ചെയ്ത വചനങ്ങള് നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ശ്രവണത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ദൈവദൂതൻ വചനം പറഞ്ഞപ്പോൾ ആ വചനത്തെ വചനം പറയുമ്പോൾ അടുവിൽ ലോജിക്കൊന്നുമില്ല, ഭൂമിശാസ്ത്രങ്ങളൊന്നും അതിനകത്തുനിന്ന് പ്രത്യേകിച്ച് അല്ലേ. ദൈവവചനത്തിന്റെ അതല്ലേ പരിശുദ്ധ. ഞാൻ പറയും, കർത്താവ് എനിക്ക് തന്ന ഏറ്റവും വലിയ ബോധ്യ, ഒരു അത്ഭുതമോ അടയാളം നടക്കണ 2 കാര്യമാണ് ആവശ്യം. അതായത് വിശുദ്ധിയോടെ വിശ്വാസത്തോടെ ദൈവവചനം പറയുന്ന ഒരു ഗബ്രിയേൽ ദൂതൻ ഒരു വശത്തുണ്ടായിരിക്കണം, മറുവശത്ത് ആ വചനത്തെ അതേപടി ബുദ്ധിയിലെടുക്കാതെ ഹൃദയത്തിൽ വിശ്വസിച്ച് സ്വീകരിക്കുന്ന ഒരു മറിയവും ഉണ്ടായിരിക്കണം. എങ്കിൽ ദൈവവചനങ്ങൾ എല്ലാം മാംസം ധരിച്ചിരിക്കും.